Magic morning. Magic morning. മനീഷ ഒരുപാടായല്ലോ കണ്ടിട്ട്. വിസ്മയ പുലരി. Magic morning. ഓക്കെ. മനീഷ മ്യൂട്ട് ആയിരുന്നേ. ഓക്കെ ഫൈൻ. എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. അപ്പം ഇന്ന് എല്ലാവരും നല്ലൊരു സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കാനല്ലേ? ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഫാഷൻ ഡിസൈനിങ് ടീച്ചർ ആയിട്ടുള്ള ഷഹന എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു സ്റ്റോറിയാണ് കേൾക്കാൻ പോകുന്നത്. ഷഹന മാം ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ കേറും മോളെ. ഓക്കെ ഓക്കെ. ഓക്കെ, പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. എന്റെ മൊബൈലിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, കാണുന്നില്ല ആരും. അതെ, റസാഖ് സാറെ ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അത് വെള്ളത്തിലിടാനായിരിക്കും. ആരെയും കാണുന്നില്ല. ഞാൻ മുഫീദാനെയും മണിസാറിനെ മാത്രം കാണുന്നുള്ളൂ. എന്താ സംഭവം അറിയില്ല. ഉണ്ണികൃഷ്ണൻ സാറെ കാണുന്നില്ലേ റസാഖ് സാർ? അപ്പൊ ഉണ്ണികൃഷ്ണൻ സാറിന് വന്ന് കാണുന്നുണ്ട്. ഓക്കെ. സുബ്രഹ്മണ്യ സാർ വന്ന്, അബ്ദുൽ സാർ എത്തി. അപ്പൊ എന്റെ മൊബൈലിന്റെ കംപ്ലൈന്റ് അല്ല കേട്ടോ, ഞാൻ വിചാരിച്ചു മൊബൈലിന്റെ കംപ്ലൈന്റ് ആണ്. ഇപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തു. ഓക്കെ സിന്ധു മാം, അവരിപ്പോ ജോയിൻ ചെയ്യോ? എന്താ പറഞ്ഞിട്ടില്ലേ? സിന്ധു മാം ഞാനൊന്ന് മെസ്സേജ് അയച്ചത് അവർക്ക്. ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കേറുപ്പ കണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാണണ്ട. ഷഹന കയറിയുണ്ട്. മാമിന് ഇൻവൈറ്റ് ചെയ്തോളുന്ന. ഓക്കെ, അപ്പൊ നമ്മുടെ ഷഹന മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫാഷൻ ഡിസൈനിങ് ടീച്ചർ ആയിട്ടുള്ള ഷഹന മാമിന്റെ സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പം മാമിന്റെ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. എസ്പെഷ്യലി ഷഹന മാം, വെൽക്കം. Thank you. Good morning. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഷഹന എന്നാണ്. സിന്ധു മിസ് ആണ് എന്നെ ഇതിലേക്ക് മൈ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്തിട്ടുള്ളത്. ഞാൻ മലപ്പുറം ജില്ലയില് നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടുള്ള ചുള്ളിയോട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും. അവിടെ സാധാരണ ഒരു കുടുംബത്തിലെ എന്റെ വാപ്പാക്ക് ടാപ്പിംഗ് ആണ് ജോലി. അങ്ങനെ എല്ലാ പെൺകുട്ടികളും വളരുന്ന പോലെ ഞാനും വളർന്നു. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ പ്രത്യേകിച്ച് ഒരു ആംബിഷനോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ കളിച്ച് ചിരിച്ചൊക്കെ അങ്ങനെ 7ാം ക്ലാസ് വരെ നമ്മൾ പോയി. അതിന് ശേഷമാണ് ഒരു പെൺകുട്ടികൾ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു സംഭവമാണ്. ഇങ്ങനൊന്നും അല്ല ലൈഫ്. നമ്മൾ പാറി പറന്നിട്ടുള്ള ഒരു ജീവിതമാണ്. പക്ഷെ ആ 7ാം ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാല് ശരിക്കും ഇങ്ങനെ പാറി പറക്കാൻ പാടില്ല. അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. അവർക്ക് അങ്ങനെ ആംബിഷൻസോ ഒന്നും പാടില്ല എന്നുള്ളത് അങ്ങനെ ഒരു 7ാം ക്ലാസ് കഴിയുന്നതോട് കൂടി തിരിച്ചറിവ് വരികയാണ്. അവരെന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ളതാണ്, അന്യ വീടുകളിൽ പോയി നിൽക്കാനുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റ് ആയി. അപ്പൊ നമ്മളും തന്നെ പഠിച്ച് വലിയ ഉയരങ്ങളിൽ എത്തും എന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആംബിഷൻ വെച്ചിട്ട് പഠിക്കുക അങ്ങനത്തെ ഒക്കെ ഏകദേശം നമുക്ക് അവിടെ തന്നെ മൈൻഡ് മനസ്സിലാവും. അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ 8ാം ക്ലാസ് എത്തി, 9ാം ക്ലാസ് എത്തി, 10ാം ക്ലാസ് എത്തി. 10ാം ക്ലാസ് എത്തിയപ്പോ നോർമലി പ്രപ്പോസൽസ് ഒക്കെ വരാൻ തുടങ്ങി. കൂടെ ഉള്ളവരെ കുറെ പേരെ കല്യാണം കഴിഞ്ഞു. അപ്പൊ വീട്ടിലും പ്രഷറായി. നാട്ടുകാരും കുടുംബക്കാരും എല്ലാരും കല്യാണം കഴിക്കുന്നതിനെ പറ്റിയിട്ട് സംസാരം. നമ്മൾ പുറത്തവിടെ പോവുകയാണെങ്കിലും കുട്ടി വലുതായല്ലോ, കല്യാണം കഴിപ്പിച്ച് വിടാനായല്ലോ, അങ്ങനെയാണ് സംസാരിച്ചത്. അല്ലാണ്ട് മോളെ പഠിപ്പിക്കണം,
സ്വന്തം കാലിൽ നിർത്തണം എന്നുള്ള ഒരു രീതിയിലല്ല സമൂഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും കല്യാണം കഴിപ്പിച്ച് വിടണം, ആ ഒരു എല്ലാവർക്കും ആ ഒരു സംസാരമായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പ്രഷറായപ്പോ എന്റെ വാപ്പാക്ക് ഒരൊറ്റ നിർബന്ധമായിരുന്നു, എന്ത് വന്നാലും വേണ്ടില്ല ഒരു 17-18 വയസ്സ് വരെയെങ്കിലും വീട്ടിലിരുന്നോട്ടെ, പഠിക്കട്ടെ എന്നുള്ളതായി പോയി. ആ ഒരൊറ്റ നിർബന്ധത്തില് അങ്ങനെ +1 +2 ഏകദേശം എത്താനായി. വീണ്ടും പ്രഷറായി. അപ്പൊ സാധാരണക്കാരല്ലേ, നമുക്ക് കൂടുതൽ പ്രഷർ താങ്ങാൻ കഴിയില്ല അല്ലെ. വാപ്പമാർക്കൊക്കെ പെൺകുട്ടികൾ വലുതായി എന്നൊക്കെ പറയുമ്പോ അന്നത്തെ കാലത്ത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മറ്റുള്ളവരിങ്ങനെ പ്രഷർ ചെയ്യാന്ന് പറയുമ്പോ. അങ്ങനെ പ്രപ്പോസൽ വരാൻ തുടങ്ങി. അതിൽ ഏക ടെസ്റ്റ് എന്ന് പറഞ്ഞാല് എവിടെന്നോ ചായ കുടിക്കാൻ വന്ന ഒരാളെ കല്യാണം കഴിച്ച് പോകേണ്ട അവസ്ഥ വന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു, വീട്ടുകാരത് അന്വേഷിച്ചു, ആൾ ഓക്കെ ആണ്, ആളെ ഭാഗം ക്ലിയർ ആണെന്ന് കണ്ടപ്പോ അവര് തന്നെ കല്യാണം നടത്തി തന്നു. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് റാഹത്തായി ജീവിക്കാണ്. അതിനിടയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 1 ഇയർ ആയപ്പോ ഞാൻ പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആയ ടൈമിലും ഞാൻ പെൺകുട്ടി ആവണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ റീസൺ എന്താ വെച്ചാല്, ഞാന് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങള് സമൂഹത്തിന് ഒരുപാട് മനസ്സിലാക്കി. പെണ്ണെന്ന് വെച്ചാല് ഒരു ഭയങ്കര തെറ്റിദ്ധാരണയായിട്ട് കാണുന്ന ഒരു ലോകമാണ് നമ്മുടെ ലോകം. ഇന്ന് കുറെ മാറി. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളാവണം, പെൺകുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം, അവരെ ഈ സൊസൈറ്റിയിൽ അവർക്ക് ഒരു വാല്യൂ ഉണ്ട്, അത് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള രീതിയിലായി. എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പെൺകുട്ടിയായി. അവളെ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താൻ തുടങ്ങി. അവൾക്ക് ഒരു 3 വയസ്സായപ്പോ ഹസ്ബൻഡ് പുറത്തു പോയ ടൈമിൽ ഞാൻ എന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ വീട്ടിലായ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോയാലും നമ്മളെ ജോലിക്കൊന്നും വിടില്ല എന്നുള്ള അന്നത്തെ സമൂഹത്തില് അങ്ങനെ ഒരു ഇതാണ്. പെൺകുട്ടികൾ അങ്ങനെ പുറത്തുപോയി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്നാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് മൊത്തത്തില്. അപ്പൊ എന്നാലും വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ പഠിക്കാലോ വെച്ചിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങനെ തെരഞ്ഞെടുത്തു. അങ്ങനെ അത് പഠിച്ചിറങ്ങി ഒരു 2 വർഷമായപ്പോ ഞാൻ ജോലിക്ക് കയറി. വണ്ടൂര് ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജിലാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് ടീച്ചറായിട്ട് കയറിയത്. ഓൺലൈൻ സെക്ഷൻ ആയിരുന്നു. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അറിയാലോ, നമ്മൾ ഫുൾ ടൈം ഫോണിൽ എൻഗേജ്ഡ് ആവണം. നമുക്ക് ഒരു നിശ്ചിത ടൈം അല്ല ഡ്യൂട്ടി വരുന്നത്, ഫുൾ ടൈം ആണ് ഡ്യൂട്ടി വരുന്നത്. അങ്ങനെ ആ ടൈം കഴിഞ്ഞു. പിന്നെ മോൾക്ക് ഒരു 6 വയസ്സായി. ഞാൻ 2ാമത് പ്രഗ്നന്റ് ആവുകയാണ്. അവിടെ നിന്നാണ് എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതുവരെ എന്റെ ലൈഫ് എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോയൊരു ജീവിതമാണ്. ഞാൻ അങ്ങനെ സങ്കടങ്ങളോ ഒറ്റപ്പെടലുകളോ വേദനകളോ ഒന്നും ഫേസ് ചെയ്യാത്തൊരു ലൈഫായിരുന്നു. മൂത്ത ആളെ ഉണ്ടായി. മൂത്ത ആൾക്ക് ഒരു 6 വയസ്സാവണ വരെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല. ഞാൻ കരയേണ്ട അവസ്ഥ പോലും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവരെ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് 2 ട്വിൻസ് ആവണേ. ട്വിൻസ് ആവാൻ ഞാൻ അരട്ടപ്പാടൊക്കെ കഴിച്ചിട്ടുണ്ട്. അത്രയും ഇഷ്ടമായിരുന്നു ട്വിൻസിന്. അപ്പൊ അതും പെൺകുട്ടികൾ തന്നെ ആവണേ എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ആ ടൈം തൊട്ട് സ്ട്രഗിൾ ചെയ്ത് പെയിനാണ് ഫുള്ള്. പ്രഗ്നൻസി ടൈം മൊത്തം പെയിൻ എന്ന് പറഞ്ഞാൽ പെയിൻ ആയിക്കോട്ടെ, മെന്റലി നമ്മൾ മൊത്തം വീക്കായി, ബോഡി ഫുള്ള് വീക്കായി. ഇത് വേദന ഇല്ലാത്തൊരു ദിവസം ലൈഫിൽ ഇല്ലാതെയായി. വേദനിച്ചാണ് ഓരോ ദിവസം കടന്നുറങ്ങുന്നത്. അപ്പൊ ഓരോരുത്തരും എന്നോട് ഇങ്ങനെ പറയും, എന്താ പ്രഗ്നന്റ് ആയ ടൈമില് മക്കളെ നോക്കാൻ ബുദ്ധിമുട്ടാവും, ഇരട്ടക്കുട്ടികളെ, ഒരാള് ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് അവരെ വളർത്താൻ കഴിയില്ല. അങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴും ഞാൻ വിചാരിക്കുക എങ്ങനെങ്കിലും ഒക്കെ നോക്കാം, പക്ഷെ വേദന ഇല്ലാത്തൊരു ദിവസം എനിക്ക് ഉറങ്ങിയാൽ മതിയെന്നാണ്. അത്രത്തോളം വേദന ആയിട്ടുള്ള ദിവസങ്ങൾ എനിക്ക് കഴിഞ്ഞു പോയതല്ല. അങ്ങനെ 8.5 മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ 8 മാസം ഞാൻ എന്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾക്ക് പുതിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം മാറാന്. അപ്പൊ ഞാൻ 8 മാസം എന്റെ വീട്ടിലായിരുന്നു. ആ സമയത്ത് എന്ന് വെച്ചാൽ ഉണ്ടായ സംഭവം, നമുക്ക് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ നമുക്ക് മൈൻഡ് ഫുള്ള് വീക്കായിരിക്കും. നമ്മളെ മൈൻഡിൽ മൊത്തം വട്ടപൂജ്യക്കാരം. നമ്മളെ എന്ത് തൊടുന്നതും പിടിക്കണമൊക്കെ നമുക്ക് സങ്കടമാവും. അങ്ങനെയുള്ള ഒരു ടൈമിൽ ഇങ്ങനെ പോകുന്ന ടൈമിൽ വാപ്പാക്ക് ടാപ്പിംഗ് ആണ്. അപ്പൊ വാപ്പാക്ക് ഹെൽത്ത് ഇഷ്യൂസ് കുറെ ആയപ്പോ ഉമ്മാനെയും കൊണ്ടിട്ടാണ് ടാപ്പിങ്ങിന് പോയത്. അപ്പൊ രാത്രിയില് ഉറക്കം നമ്മൾ നിൽക്കണം, ഉമ്മയെ ഉറക്കം നിൽക്കണം. കാരണം മക്കള് 2ആളും കരയുമ്പോ അവരെ ഹാൻഡിൽ ചെയ്യാൻ വീട്ടിൽ വേറെ ആരില്ല, ഞാനും ഉമ്മയുള്ളൂ. അപ്പൊ ഉമ്മ ഉറക്കം നിന്നപ്പോ ഉമ്മക്ക് നല്ല പോലെ ഷുഗറിന്റെ പ്രശ്നം വന്നു ഉറക്കം നിന്നിട്ട്. അങ്ങനെ പുലർച്ചക്ക് ഒരു 3 മണിയാകുമ്പോൾ ഉമ്മക്ക് ടാപ്പിങ്ങിന് പോണം വാപ്പാന്റെ കൂടെ. അപ്പൊ ഉമ്മാക്ക് മൊത്തത്തിൽ ഉറക്കം കിട്ടാതെയായി, ബോഡി ഫുള്ള് വീക്കായി, ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, ഞാനിവിടെ ഉള്ള കാരണം ഉമ്മാക്കും കൂടെ വയ്യാതെയായി. വാപ്പാക്ക് വെട്ടാൻ പോണം, വാപ്പാന്റെ കൂടെ ഉമ്മ പോകണം. പക്ഷെ ഞാനും മക്കളും ഒറ്റക്കാണ് വീട്ടിൽ. ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോലും അടുക്കളയിലേക്ക് വരാക്കിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കാരണം 2ആളും ഒരുപോലെ ഇരുന്ന് കരയാൻ തുടങ്ങിയാല് നോക്കാൻ വീട്ടിലാളില്ല. അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു വീട് പണി വീട് പണി സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഫുള്ള് പണിയൊന്നും കഴിയണ്ട, കാരണം ഫുള്ള് പണി കഴിയാൻ നിൽക്കുമ്പോഴത്തേനും ഇവിടെ ഉമ്മാന്റെ അവസ്ഥ മോശമാവും. ഞാൻ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല,
ഉമ്മ ഇരുന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോ എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു വീട് പണി നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ തീർത്തിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് കയറാന്ന് പറഞ്ഞ്. അപ്പൊ എന്റെ ജോലിയിൽ ഞാനിങ്ങനെ കുറച്ചൊന്ന് ലീവായിരുന്നു കേട്ടോ. കാരണം പ്രഗ്നൻസി ടൈം, ഡെലിവറി, അവിടെ നിന്നൊക്കെ നമുക്ക് ക്ലാസ്സിൽ കയറാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. പുതിയ വീട്ടിലേക്ക് താമസമായി. മക്കൾക്ക് 8-9 മാസമായപ്പോഴാണ് പുതിയ വീട്ടിലേക്ക് താമസമായത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോയി. പക്ഷേ ഇത് തന്നെ ഈ ടൈം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തില് എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുള്ളതാണ്. അത് നമ്മളത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു അതാണ് ശരിക്കുള്ള രീതി. അല്ലാതെ നമ്മൾ സമയമല്ല എന്ന് പറയുന്നതിന് ഒരു അർത്ഥമല്ല എന്നുള്ളത് എനിക്ക് അന്നതോടു കൂടി മനസ്സിലായി. ഞാൻ ക്ലോക്ക് നോക്കിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഓരോ ടൈമിൽ ഓരോ കാര്യങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചത്. മക്കളുടെ ഉറക്കം വരെ ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അതും എന്റെ കയ്യിലായിരുന്നു. കാരണം എനിക്ക് ജോലിക്ക് കയറണമെങ്കിൽ അവരെ ഇഷ്ടത്തിന് അവരെ വിട്ടുപോയാല് എന്റെ ജോലിയും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാവില്ല. അപ്പൊ നേരത്തെ എണീക്കും. നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ രാത്രി നമുക്ക് ഉറക്കില്ല കേട്ടോ. രണ്ടാളെ ഒരു തൊട്ടിൽ കിടത്തി ഒരാൾ ഒക്കത്ത് വെച്ച് ആട്ടി ആട്ടി ഉറക്കും. പിന്നെ അപ്പുറത്തെ റൂമിൽ കയറിയിട്ട് മറ്റാൾ ആട്ടി ഉറക്കും. പിന്നെ രണ്ടാൾ ഉറങ്ങിയിട്ട് രണ്ടാളെ ഒന്നിച്ച് കൊണ്ട് കിടത്തും. എന്നിട്ട് നമ്മൾ കിടക്കും. നമ്മൾ കിടക്കുന്ന ടൈമിൽ പിന്നെ 10 മിനിറ്റ് ഒന്ന് ഉറങ്ങിയാൽ ഫീഡ് ചെയ്യാൻ നിൽക്കണം. രണ്ടാളും ഒരേപോലെ എണീക്കും, കരയാൻ തുടങ്ങും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നേരം വെളുത്ത് ഒരു 5 മണി വരെ ഇവര് കരച്ചിലാവും. പിന്നെ 5:30 ആകുമ്പോൾ നമുക്ക് എണീക്കും വേണം. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ തിരക്കായി. മൂത്താളെ സ്കൂളിൽ വിടണം, ഹസ്ബൻഡിനെ പണിക്ക് വിടണം, മക്കളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, അതിന്റെ ഇടയിൽ ജോലി. ഈ കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് നമുക്ക് മൈൻഡ് ആണെങ്കിൽ ഒന്നും ഫ്രീ ആയിട്ടില്ല. നമ്മൾ എവിടെയും പോണില്ല, ആരെയും കാണുന്നില്ല, ആരായിട്ട് ഒരു ബന്ധമില്ല. 4 ചുമരിനുള്ളിൽ നിങ്ങളുടെ ജീവിതമായി. കാരണം പുറത്ത് പോണെങ്കിലും ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ മക്കളെ രണ്ടാളെയും പിടിക്കാൻ ഒരാൾ വേണം. അത് നമുക്കില്ല. ഇവർ രണ്ടാളെ ഞാൻ പിടിച്ചിട്ട് നമുക്ക് യാത്ര പോകാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അങ്ങനെ ഞാൻ വീട്ടിനകത്ത് മാത്രം. നമ്മളെ വീട് എന്ന് പറഞ്ഞാല് അടുത്തൊന്നും വീടുകളില്ല. ഒരു 100 മീറ്റർ മാറിയാണ് കുറെ വീടുകളൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് എവിടെയും പോവാനോ ആരും ഇങ്ങോട്ടും വരാനോ അങ്ങനെയുള്ളതൊന്നും ഇല്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചു പോവുക. അപ്പം ഒരു പുറത്ത് പോണ ഒരാളും വീടിനകത്തിരിക്കുന്ന ഒരാളുടെ മൈൻഡ് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എന്റെ മൈൻഡ് ഫുൾ ഔട്ടായിരുന്നു. കാരണം ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മക്കളെ ഞാൻ എൻജോയ് ചെയ്താണ് വളർത്തുന്നത്. പക്ഷെ നമുക്ക് വേറൊരു ഹാപ്പിനെസ്സും അതിനകത്ത് ഇല്ല. ഇവരെ കരച്ചിലാണ് ഫുൾ ടൈം. ഓൺലൈനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഫോണിൽ വോയിസ് വിടണമെങ്കിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്. പക്ഷെ കൂടുതലും ഇവരെ കരച്ചിൽ മാത്രമാണ് എന്റെ ഓരോ വോയിസിലും ഉണ്ടാവുക. ചില ടൈമിൽ ഞാൻ ബാത്റൂമിലേക്ക് വരെ ഓടി പോയിട്ടുണ്ട്. എന്തിനു വെച്ചാൽ വോയിസ് അയക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഇവരെ കരച്ചിലാവും ഫുള്ള്. അങ്ങനെ വീട് പണി കുറച്ചൊക്കെ തീർന്ന് കയറിയത് കൊണ്ട് തന്നെ കുറച്ച് കടങ്ങളൊക്കെ വന്ന്. അപ്പൊ ഹസ്ബൻഡ് വീണ്ടും പുറത്തു പോകേണ്ട അവസ്ഥയായി. പുറത്തു പോയപ്പോ ഞാനിവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ എല്ലാ ബാധ്യതകളും ഏറ്റു നിൽക്കുന്ന ഒരാളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളോ, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോവാൻ പേടിയുള്ള ഒരാളും, അങ്ങനെയൊക്കെ ഒരാളാണ് ഞാൻ. എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കഴിയൂല, അറിയൂല. അങ്ങനെയുള്ള ഞാൻ ഈ 3 മക്കളെ വെച്ചിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് പോവാണ്. അപ്പോഴും നമുക്ക് വേറെ കുറച്ച് ആൾക്കാരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും അല്ലെ. നമ്മളെ ലൈഫിൽ ഹസ്ബൻഡ് പോയാലും നമുക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഒന്നുമില്ല, നമ്മൾ 2 ഇരട്ട കുട്ടികളും പിന്നെ മൂത്തൊരാൾക്ക് 7 വയസ്സാണ്. അപ്പൊ ഇവരൊക്കെ കൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരച്ഛനും ഒരമ്മയും നമ്മളാവണം അല്ലെ. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണം, മക്കളെ നോക്കണം, ജോലിയും കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ചില സാഹചര്യത്തിലെങ്കിലും. പക്ഷെ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച ഒരാളെ ഭാഗത്തുനിന്ന് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എനിക്കുണ്ടായി. അപ്പോഴും ഞാനത് ദൈവത്തിന് വിട്ടുകൊടുത്തു. കാരണം ജീവിക്കല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ ആരെയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പേടിയായി. ഒറ്റയ്ക്ക് നിൽക്കാൻ ഇങ്ങനെ പേടിയായി. പിന്നെ അതെന്തോ ഒരു അസുഖം പോലെയൊക്കെ വരാൻ തുടങ്ങി. എനിക്കിങ്ങനെ പുറത്തിറങ്ങാൻ ഇഷ്ടമല്ലാതെയായി. റൂമിന്റെ ജനല് തുറന്നിടില്ല, വാതില് തുറന്നിടില്ല, മുറ്റടിച്ച് വരാൻ ഇറങ്ങൂല. മക്കളെ നോക്കി ഇങ്ങനെ വീടിനകത്തിരിക്കും. എന്നാ ജോലിയിൽ ഞാൻ ഏർപ്പെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് പുറത്തിറങ്ങാൻ പേടിയായി, വീടിനകത്തിരിക്കാൻ പേടിയായി. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കടന്നുപോയി. പിന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ നിന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള രീതിയിലായതുകൊണ്ട് നമ്മൾ ആ ഭാഗവും ക്ലോസ് ആയി. പിന്നെ ഞാൻ ഉറപ്പിച്ചു എന്ത് വന്നാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. അമ്മയ്ക്ക് പകരാവാൻ വേറെ ആരുമില്ല. അമ്മയ്ക്ക് പകരാവാൻ അമ്മ തന്നെ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തെന്നാലും മക്കൾക്ക് വേണ്ടിട്ട് ജീവിക്കണല്ലോ. അപ്പൊ ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി. കുറെ പേര് എനിക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ഒക്കെ തന്ന് അങ്ങനെ ആ മൈൻഡ് ആക്കണ്ട, നീ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം, ഹസ്ബൻഡ് വരുവോളോ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ വീട്ടില് പേടിച്ച് നിന്ന ഞാന് ഇവിടെ നിന്ന് തന്നെ പേടി മാറ്റി.
ടൈം ഇല്ലാത്ത ഞാന് ടൈം ഉണ്ടാക്കി. പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ മേത്തുനിന്നാവും പേടി എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഞാനിപ്പോ പേടിക്കാതെ എന്റെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങി. ഒരു പേടി എനിക്കില്ല ഇപ്പൊ ഇവിടെ നിൽക്കാൻ. പിന്നെന്ന് പറയാന് കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നല്ല പോലെ ചിരിച്ച് ജീവിക്കണം. ഞാൻ എന്റെ ലൈഫിൽ പഠിച്ചൊരു പാഠാണ്. നമ്മൾ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുക അല്ലെങ്കിൽ കരഞ്ഞിരിക്കുക, ഇതിലൊരു സൊല്യൂഷൻ ഇല്ല ഒരിക്കലും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ മറ്റൊരാളുടെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തിലെങ്കിലും ഏർപ്പെടുക. നമ്മൾ ജോലിയോ വീട്ടിലെ പണികളോ എന്തെല്ലാം, ഇപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അതിലെല്ലാം നമ്മൾ ഏർപ്പെട്ടു പോവുക. നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം ഒരു 5 മിനിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ആണെങ്കിൽ നമ്മളെ മൈൻഡ് അത് ഭയങ്കരമായിട്ട് ബാധിച്ചു അല്ലെ? നമ്മളൊരു കുറഞ്ഞ ടൈം വരെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എന്റെ ലൈഫിൽ എനിക്കത് മനസ്സിലായതെന്ന് വെച്ചാൽ വളരെ 200 ബാച്ച് ഉണ്ട്. 200 ബാച്ചിന് പുറത്ത് എനിക്ക് വേറെ ട്യൂഷൻ ഓഫ്ലൈൻ ഉണ്ട്. പിന്നെ ഇതിന് പുറത്ത് എനിക്ക് 2 തത്തമ്മ ഉണ്ട്. തത്തമ്മ ഇതൊക്കെ ഞാൻ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ട്യൂഷൻ ആണെങ്കിൽ 2 മണിക്കൂർ ട്യൂഷൻ ഉണ്ടാവും. ക്ലാസ് ആണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ലൈവ് ഉണ്ടാവും. അല്ലാത്ത ദിവസം റെക്കോർഡ് ക്ലാസ് വിടണം, അവരെ വർക്കുകൾ നോക്കണം, ടീച്ചേഴ്സിന്റെ ലൈവ് ഉണ്ടാവും, മീറ്റിംഗ് ഉണ്ടാവും, അങ്ങനെ ഓരോ കാര്യങ്ങൾ അഡ്മിഷൻ എടുക്കണം, അങ്ങനെ തിരക്കാവും. പിന്നെ വീട്ടിലെ പണികള് അറിയാലോ, 2 ഇരട്ട കുട്ടികൾ ഉണ്ടാവും. അവർക്ക് ഇപ്പൊ 3 വയസ്സാണ്. അപ്പൊ അവര് അവരുടേതായിട്ടുള്ള ഫുള്ള് കളികളാവും ഇതിനകത്ത്. പുറം ലോകമായിട്ടൊരു ടച്ച് ഇല്ലല്ലോ. അപ്പൊ ആ പണികൾ, നമ്മൾ എടുക്കുന്ന പണികൾ തന്നെ വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും അങ്ങനെ എടുക്കാം. കാരണം 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് എനിക്ക് വെറുതെ ഇരിക്കണതിനോട് താല്പര്യം ഇല്ലാതെ. പിന്നെ 2 തത്തമ്മനെ മേടിച്ച് അവരെ ഞാൻ എന്റെ ചെറിയ ടിൻസിനെ എങ്ങനെ നോക്കിയോ അതുപോലെ ഇപ്പൊ നോക്കുന്നത്. അതിനും ടൈം എനിക്കില്ല. പക്ഷെ ക്ലോക്ക് എന്ന് പറയുന്ന എന്റെ ഉമ്മ പറയും ഞാൻ എപ്പോഴും ക്ലോക്കിൽ നോക്കിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അത് സത്യമായി. കാരണം ഓരോ ടൈമും ഞാൻ വർഷമായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ബ്രേക്കല്ലോ. ആ ആള് പുറത്തു പോയി, നെറ്റ് പോയി. മുഫിയെ എന്തായാലും ഇപ്പൊ വരും. നെറ്റിന്റെ പ്രശ്നമാണ്. എല്ലാരും നോമ്പായിട്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങിയോ? ആരും കാണുന്നില്ലല്ലോ. കൃഷ്ണൻ സാർ പിന്നെ നോമ്പ് വെക്കാത്തണ്ട് അടുത്ത്. റേഞ്ച് നല്ല പ്രശ്നമുണ്ടല്ലേ? കട്ടായി പോയോ? ആള് പുറത്തുപോയി. അത് കേറിക്കോളും. മുഫീദും പോയോ? ഇല്ല. ഓക്കെ, ഷഹന മാം. വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു. റേഞ്ച് ഇഷ്യൂ ഉണ്ടോ മാം? അതെ, റേഞ്ചിന്റെ ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് ബാക്ക് ആയി. ആ ഫ്ലോ പോയി. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാല് ഒരു വീട്ടില് മക്കൾക്ക് വാപ്പയും ഉമ്മയും ഒരുപോലെ ആവാന്ന് പറയുമ്പോ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരിക്കലും അല്ല. വാപ്പാക്ക് പകരാകാൻ വാപ്പ ഒരിക്കലും ആവില്ല, ഉമ്മക്ക് പകരാവാനാവില്ല. പക്ഷെ ഞാൻ എന്റെ മക്കൾക്ക് ഇത് രണ്ടുമായിട്ടാണ് പോകുന്നത്. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ വരെ സാധാരണ നമുക്ക് ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒക്കെ ഇരുന്ന് കരയും. മോളെ കാലിൽ ഒരു പ്രാവശ്യം വെള്ളം നിറച്ച് വെച്ച ഫ്ലാസ്ക് വീണ്. ഇവര് ചെറിയ മക്കളല്ലേ, ഭയങ്കര കുസൃതിയാണ്. ആ ഫ്ലാസ്ക് വീണ് ഫസ്റ്റ്
ഹസ്ബൻഡ് പുറത്ത് പോയി ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് വരുന്ന ഹോസ്പിറ്റൽ കേസാണ്. അപ്പൊ ഫ്ലാസ്ക് ചാടി ഇവിടെ നഖം അളകി. സത്യം പറഞ്ഞ ഞാൻ തല കറങ്ങി വീഴാൻ പോയി. അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ആയിട്ട് കാര്യമില്ല, മക്കള് 3 ചെറിയ മക്കളാണ്, ഇവർക്ക് എന്തെങ്കിലും ആയിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യാ? പെട്ടെന്ന് കൈയൊക്കെ വരച്ചിട്ട് ഫോണൊന്നും എടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ഓട്ടോക്കാരനെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി. അവിടെ തിരിഞ്ഞ് നിന്ന് കരയാണ്. കാരണം 3 ആളെ നോക്കണം. ഇവിടെ ഡോക്ടർ ഡ്രസ് ചെയ്യാൻ റൂമിൽ കയറ്റാൻ പറയുന്നു, മറ്റവരെ പുറത്തിരുത്തിയിട്ട് ഞാൻ അകത്ത് കയറുകയാണ്. എന്താ ചെയ്യണ്ടെന്നൊരു രൂപമില്ല. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട കുറേ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണ് എന്റെ 30 വയസ്സിന്റെ ഉള്ളിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു അനുഭവം. എന്താ വെച്ചാൽ ഏറ്റവും അനുഭവം അതാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെടണം. ഒറ്റപ്പെട്ട് ജീവിച്ചാലാണ് ജീവിതം എന്താന്നുള്ളതും അതിലെന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, ആരൊക്കെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അത് നല്ലപോലെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. നമുക്ക് ചിലർക്ക് അത് കാണുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാവും അറിയില്ല. പക്ഷെ ഒരു കുട്ടിനെ നോക്കുന്നിടത്ത് ഒരുപോലെ നോക്കണം ട്വിൻസ് എന്ന് പറയുമ്പോൾ. അവരെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ, അസുഖം വരുന്നത് വരെ ഒരുപോലെയാണ് അസുഖം വരിക. അപ്പൊ നമ്മള് ഈ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മാത്രമല്ല, ഇവർ ഒരാളെ എടുത്തോണ്ട് നടക്കുമ്പോൾ അടുത്ത ആളെ എടുക്കണം. 2 ആളെ ഒരുപോലെ എടുത്ത് നടക്കും ഞാൻ. നമുക്കന്ന് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. പക്ഷെ നമ്മളത് ചെയ്യണം. കാരണം ഞാനൊരു അച്ഛനാണ്, ഞാനൊരു അമ്മയാണ്, എല്ലാം ഞാൻ ചെയ്യണം. പിന്നെ ബാക്കി ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങള്, നമ്മളെ കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും എന്റെ അണ്ടർ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ നമുക്ക് വലിയൊരു തലയിലൊരു ഭാരമായിട്ട് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷെ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായത്, ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. ലൈഫ് എന്താന്ന് അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കണം, ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നുള്ളത് നല്ലപോലെ എനിക്ക് മനസ്സിലായി. അത്രത്തോളം ചിലപ്പോ ഇത് പറഞ്ഞാല് അത് തികയില്ല, അത്രയും പറയാണ്ടാവും. അത്രത്തോളം ഞാൻ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എന്റെ ജോലി ഇതിന്റെ കൂടെ കൊണ്ടുപോകണം. അപ്പൊ സ്വന്തമായിട്ടൊരു ഏർണിങ്സ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു വാല്യൂ ഉള്ള സംഭവമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ഞാൻ എന്റെ മക്കളെയാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുവരണം. അപ്പൊ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കേ, അവർ സെപ്പറേറ്റ് ആവുക, ഒക്കെ അവരെ ലൈഫ്. പക്ഷെ പഠിക്കല് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ എന്തിലും ഏർപ്പെട്ടാലും പ്രശ്നമില്ല. പക്ഷെ പഠനം നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്. കാരണം പഠനം ഉണ്ടായാൽ മാത്രമുള്ളൂ മുന്നോട്ടേക്ക് നമുക്കൊരു ജീവിതം. അപ്പൊ ഞാൻ എന്റെ മൂത്ത മോളോട് പറയും, വെയിലത്ത് പണിയെടുക്കാൻ പോകണം അതോ AC റൂമിൽ ഇരുന്ന് പണി ചെയ്യണം എന്ന് ചോദിക്കും. അപ്പൊ അവള് പറയാ, എന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചിരിക്കും. ഞാൻ പറഞ്ഞു, വെയിലത്ത് പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി പഠിക്കാതൊക്കെ അങ്ങനെ നടക്കാം. നിനക്ക് AC റൂമിലൊക്കെ ഇരുന്ന് പെണ്ണുകൊണ്ടൊക്കെ എഴുതിയിട്ടുള്ള പണിയൊക്കെ എടുക്കണമെങ്കിൽ നല്ല പോലെ പഠിച്ചോന്ന് പറയും. അവള് പറയാം, പെണ്ണുകൊണ്ട് എഴുതിയിട്ടുള്ള പണി മതി വെച്ചെന്നാൽ. എന്നാ ഇപ്പൊ തന്നെ പഠിച്ചോ, കുഞ്ഞുനാളില് പഠിച്ചാൽ മാത്രമേ ഓരോ ക്ലാസ് കഴിയുന്നതോറും നമുക്ക് വിദ്യാഭ്യാസം കൂടി വരുള്ളൂ. അതിനനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് പെണ്ണുകൊണ്ട് എഴുതിയിട്ടുള്ള ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെയിലത്തുള്ള പണിക്ക് പോകേണ്ടിരും, അല്ലെങ്കിൽ വീട്ടിൽ പാത്രം കഴുകാൻ പോകേണ്ടിരും എന്നൊക്കെ പറയും. അപ്പൊ മക്കളടുത്ത് ഞാൻ അതാ പറയുള്ളൂ, നമ്മള് പെണ്ണാണ് ആണാണെന്നല്ല, പെൺകുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ അവർക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ആരും ഉണ്ടാവില്ല. നമുക്ക് വാപ്പമാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട്, ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിധി ഉണ്ട് അല്ലെ. പക്ഷെ ഇന്നത്തെ ജനറേഷൻ കുറെ മാറി, അൽഹംദുലില്ലാ, നമുക്ക് കാണുമ്പോ സന്തോഷമാണ്. പക്ഷെ എന്നിരുന്നാലും അത് എങ്ങനെയൊക്കെ ആയിപ്പോ മക്കളെ ഫ്യൂച്ചർ എന്ന് അറിയാത്തതുകൊണ്ട് അതിൽ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ട്. മക്കൾ നല്ലപോലെ പഠിച്ച് സ്വന്തം കാലിൽ ആയി നിൽക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമുള്ള, ആ ഒരു ലക്ഷ്യത്തോട് കൂടി തന്നെ ഞാൻ എന്റെ 3 പെൺമക്കളെ വളർത്തുന്നത്. പിന്നെ ഞാൻ അനുഭവിച്ച പേടി എന്നൊക്കെ പറഞ്ഞാല് അനുഭവിക്കുന്നവർക്ക് അത് അറിയുള്ളൂ. എവിടെ നോക്കിയാലും പേടി പേടി എന്നുള്ള സംഭവമായി കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. അപ്പൊ ഞാൻ മക്കളടുത്തും എന്തേലും അവര് പേടി എന്നുള്ളൊരു സംഭവം സംസാരിക്കുമ്പോ തന്നെ ഞാൻ പറയും, അങ്ങോട്ട് പോയി നോക്ക്, ഒരു ടോർച്ച് എടുത്ത് അടിച്ചു നോക്ക്, അവിടെ പോയി നോക്കിക്കേ, അവിടെ ഒന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ അവരെ മാക്സിമം അതിലേക്ക് ഇറക്കി വിടും. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ പേടി പേടി പറയുമ്പോ അതൊന്ന് ഒഴിഞ്ഞു നിന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചത്, മെന്റലി നല്ലപോലെ അനുഭവിച്ചു. അത് കാരണം എന്റെ മക്കളും കുറെ ബുദ്ധിമുട്ടി. അപ്പൊ ഞാൻ പറയും, അതൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി നോക്കുക, അവിടെ ഒന്നും ഉണ്ടാവില്ല. അത് നമുക്ക് പേടിയായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലാണ് അത് പ്രശ്നമാവാന്ന് പറയും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ട് ഇപ്പൊ നല്ല പോലെ സംസാരിക്കാനാണെങ്കിലും എനിക്കങ്ങനെ ഒരാളടുത്ത് നല്ലപോലെ സംസാരിക്കാൻ അങ്ങനെ അറിയില്ല. ഫോണിൽ കൂടെ ഒക്കെ വെറുതെ ഇങ്ങനെ സംസാരിക്കാന്നല്ലാതെ ആ രീതിയിലൊക്കെ പോയത്. ഇപ്പൊ നമുക്ക് എന്ത് കാര്യത്തിലും ഒരു ഹോസ്പിറ്റലിലോ ഒരു ബാങ്കിലോ എവിടെ പോവാണെങ്കിലും ഒരു വിറയലില്ല. മറ്റേത് ഞാനിങ്ങനെ വറച്ച പോവുക, അവിടെ പോയിട്ട് എന്ത് പറയും എന്ത് ചെയ്യും ഒന്നും അറിയില്ല. ഒറ്റയ്ക്ക് ജീവിച്ച് ഇപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഒരു പാഠമായിരിക്കും. ഞാനിപ്പോ ഇതിൽ എത്രത്തോളം പറഞ്ഞു, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല.
പക്ഷെ എന്റെ ഈ ഒരു ഏജിലുള്ള ആളുകളിൽ അനുഭവിക്കുന്ന, അതായത് ഇപ്പൊ എന്നെക്കാളും ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പം ഇത് വലിയ കഥയാവണമെന്നില്ല. പക്ഷെ വീട്ടില് നമ്മൾ ഒരൊറ്റ മക്കളായി കൊഞ്ചിച്ച് ലാളിച്ച് വളർന്ന് വേറെ സിറ്റുവേഷനിൽ പോയി ജീവിച്ച് ഒറ്റപ്പെട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയൊരു സംഭവം തന്നെയാവും. അപ്പൊ ഞാൻ ഇങ്ങനെ ആയി മാറും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇന്നിപ്പോ ഒറ്റക്ക് നിന്ന് ഒറ്റക്ക് ജീവിതം പഠിച്ചു. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അതിൽ കൂടെ ഒക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സമാധാനം. നമ്മൾ എല്ലാത്തിലും എൻഗേജ്ഡ് ആയി പോകുമ്പോഴും ലാസ്റ്റ് മാസം ഒരു ഇൻകം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അത് കിട്ടുമ്പോൾ മക്കളെ ഫീസ് അടക്കാനാണെങ്കിലും എന്തിനു ഉപയോഗിക്കുകയാണെങ്കിലും നമുക്കതൊരു സന്തോഷം തന്നെയാണ്. പെൺകുട്ടികൾ മാക്സിമം പഠിത്തത്തിൽ ശ്രദ്ധിച്ച് അവരെന്തെങ്കിലുമൊക്കെ ആക്കണം എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം. എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ. പിന്നെ ഞാന് ടീച്ചറായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ജീവിതം കാണാൻ പറ്റി. ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇതിന്റെ ഓരോ സ്റ്റുഡൻസിന്റെ, അപ്പൊ ചില അമ്മമാരെ 50 വയസ്സൊക്കെ ഉണ്ടാവും, അപ്പൊ അവരൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വരുന്നത് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു വരുമാനം വേണം ടീച്ചർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ എന്താ ആമക്കള്, കുറെ പേര് പറയാലോ ആമക്കൾ ഉണ്ടായാൽ നമുക്ക് തണലാണ് വൃക്ഷമാണ് എന്നൊക്കെ പറയും. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ പറയാം ആമക്കളൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും അവർക്ക് അവരെ ഫാമിലി ആയില്ലേ, സ്വന്തമായിട്ടൊന്നുമില്ല, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഇപ്പൊ നമുക്കൊന്നും ഇല്ലാണ്ടായി, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഓരോ കഥകൾ എന്ന് പറഞ്ഞാൽ കുറെ കഥകൾ കുറെ അമ്മമാരിൽ നിന്നും കുറെ ചെറിയ ചെറിയ സ്റ്റുഡൻസിൽ നിന്നും ഞാൻ പഠിച്ചു. അപ്പൊ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, നമുക്കൊക്കെ എന്ത് പ്രശ്നമുള്ളത്, നമ്മളൊന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല. അത്രയും പ്രശ്നങ്ങളുള്ള ആളുകളടുത്താണ് ഞാൻ ഇന്ന് ഫേസ് ചെയ്തിട്ട് അവരെ ഓരോ പ്രശ്നത്തിലും ഞാൻ ഓരോ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ വരെയുള്ള ഒരു മെച്ചൂർഡ് എനിക്ക് വന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. പല പല അമ്മമാരെ വിഷമങ്ങളും, മക്കൾക്ക് ഓരോ ഓട്ടിസം പോലത്തെ അസുഖമുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ ആ അമ്മമാരൊക്കെ അവരെ വിഷമങ്ങളൊന്നും പറയുമ്പോൾ അവരെ വരെ എനിക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാനായി. ഇപ്പൊ മിനിഞ്ഞാന്നൊരു അമ്മ എന്നെ വിളിച്ചിട്ട് ഒരു അഡ്മിഷന് വേണ്ടി വിളിച്ചതാണ്. പക്ഷെ അവരെ വീട്ടിലെ കഥകൾ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കരയായിരുന്നു. മോൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആ കഥകളൊക്കെ പറഞ്ഞ് കരഞ്ഞു. എന്നിട്ട് കരച്ചിൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നോട് പറയാ, എന്താന്നറിയില്ല പെട്ടെന്ന് മിസ്സിനോട് അങ്ങനെ പറയാൻ തോന്നി, ഞാൻ കരഞ്ഞു പോയി അറിയാതെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരെ ഒരുപാട് സമാധാനപ്പെടുത്തി. എന്റെ ഉമ്മാനേക്കാളും പ്രായം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇന്ന് ഞാന് ഈ ഒരു സ്റ്റാൻഡിൽ എത്തിയത് കൊണ്ടാണ്, മറ്റൊരാളെ സമാധാനിപ്പിക്കാനുള്ള ഒരു വാക്കെങ്കിലും എനിക്ക് കൊടുക്കാനായത്, എനിക്ക് അത്രയും ലൈഫ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ സ്റ്റോറി. പറയുകയാണെങ്കിൽ ചിലപ്പോ ഒരു ദിവസം 2 ദിവസമൊക്കെ കുറെ പറയാനുണ്ടാവും. ഞാൻ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന സ്റ്റോറിയാണ് കേട്ടോ. അപ്പൊ ടീച്ചറെ ഒരു സംശയം ചോദിക്കട്ടെ, ഓൺലൈനായിട്ട് അപ്പൊ ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഓൺലൈനായിട്ട് പഠിച്ചിട്ട് നമുക്ക് ടീച്ചർക്ക് ഓൺലൈനിലും എല്ലാരെയും പഠിപ്പിക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എല്ലാരും തീർച്ചയായിട്ടും നമുക്ക് ഓഫ്ലൈനായിട്ട് പോയി പഠിക്കാനുള്ള താല്പര്യപ്പെടുക. അപ്പൊ ഓൺലൈനായിട്ട് പഠിച്ചാൽ പഠിയോന്ന് വരെ ആൾക്കാർ ചോദിക്കുന്നതിനോട് എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓക്സ്ഫോർഡില് നമ്മള് കൊറോണ ടൈം മുതലാണ് ഓൺലൈനായിട്ട് ഓരോ കോഴ്സും ചെയ്യാൻ തുടങ്ങിയത്. കൊറോണ ടൈമിൽ നമ്മൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണ് അല്ലെ, സ്കൂളും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈനായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈം തൊട്ട് ഇന്ന് വരെ നമ്മൾ ഓൺലൈനായിട്ടാണ് ഒരുപാട് കോഴ്സുകൾ, ആക്ച്വലി ഓഫ്ലൈൻ സെന്റർ ആണ്, എന്നാലും ഓൺലൈനായിട്ട് അന്ന് തൊട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട്. ഇത്ര വർഷമായിട്ടോ സക്സസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ലേണിംഗ് ആപ്പ് വഴിയാണ് ക്ലാസ് വരുന്നത്. അപ്പൊ ആ ആപ്പിലൂടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ക്ലാസ്സുകൾ കൊടുക്കും, അതുപോലെ ലൈവുകൾ കൊടുക്കും, കറക്റ്റ് ക്ലാസ് പോകുന്നുണ്ട്. മുഫീദ ഇത് എങ്ങനെ? യെസ് സർ, സക്സസ്. കഴിഞ്ഞു. ഓക്കെ. താങ്ക് യു ഷാന മാം, താങ്ക് യു സോ മച്ച്. അപ്പം സ്റ്റോറി, ഇൻസ്പയർ ആയിട്ടുള്ള സ്റ്റോറി എല്ലാവരും കേട്ടു. കമന്റ് ബോക്സിൽ കമന്റ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ സിന്ധു മാം ചോദിച്ച പോലെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഇതിനെ ബേസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്കും അറിയിക്കാവുന്നതാണ്. ആരാണ്? മാജിക് മണി ഞാൻ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, സക്സസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാനേ ഇന്നലെ ക്ലാസിന്റെ പോസ്റ്റർ വന്നപ്പോഴേ അജിസാനെ വിളിച്ചു. ഏതാ ഈ ചെറിയ കുട്ടി സ്റ്റോറി പറയാൻ വരുന്നത്? ഫോട്ടോ കണ്ടപ്പോ അല്ലേ, ഫോട്ടോയില് നല്ല ചെറിയൊരു കുട്ടി സ്റ്റോറി പറയാൻ വന്നിട്ടുള്ളത്. ഏതാ ഈ ചെറിയൊരു കുട്ടി സ്റ്റോറി പറയുന്നത്?
ഇത്രയും ചെറുപ്പത്തിൽ ഇത്ര വലിയ സ്റ്റോറി പറയാനുണ്ടോന്ന് വിചാരിച്ചു. അപ്പൊ കേട്ടപ്പോ നല്ല സ്റ്റോറിയാ. അല്ലേ? നല്ല സ്റ്റോറി. നല്ല നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ വിഷയത്തില്. കാരണം ഒരു ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഇതില് കോഴിക്കോട്ടേരും കൊല്ലത്തേരും കോട്ടയക്കാരൊക്കെ ഉണ്ട് ഇതില്. മലപ്പുറം ജില്ലയിലെ ഒരു പെണ്ണിന്റെ അനുഭവം ശരിക്ക് പഠിക്കേണ്ടതിനാണ്. കാരണം പ്രത്യേകിച്ച് ഒരു മുസ്ലിം പെണ്ണാകുമ്പോ പുറത്തിറങ്ങാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല. ഇങ്ങനെ കുറെ നിയമവ്യവസ്ഥകള് ഞങ്ങൾക്കുണ്ട്. അപ്പൊ ആ നിയമവ്യവസ്ഥന്റെ ഉള്ളിലിരുന്നിട്ട് ഒരു പെണ്ണ് ഇത്രയും ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാനും പഠിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ പാഠം തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. നല്ല മനസ്സിലാകുന്ന രൂപത്തിൽ അത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ്. ഈ വേദിയിൽ വന്നിട്ട് പ്രസന്റ് ചെയ്തല്ലോ. താങ്ക് യു മാം. മാജിക് മോർണിംഗ്. ബഷീർ സർ. നല്ലൊരു അനുഭവങ്ങൾ. എനിക്ക് ഷാനിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും. എനിക്ക് എന്തൊരു അറിയുന്നതിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഫാഷൻ ഡിസൈനിങ് താല്പര്യം ഷെയർ ചെയ്യാൻ. ഓക്കെ. Okay. Thank you, Rasak sir, and thank you, Bashir sir. ഇനി ഞാനൊന്ന് പറയട്ടെ. ബഷീർ സർ എന്താ പറഞ്ഞേ? നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ മതി. എല്ലാവർക്കും ഷഹന മാം ചാറ്റ് ബോക്സിൽ മാമിന്റെ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യണേ. തീർച്ചയായിട്ടും. ഓക്കെ. സിന്ധു മാം. മാജിക് മോർണിംഗ്. ഞാൻ ഓക്സ്ഫോർഡില് ഒരു അംഗമാണ്. മാമിന്റെ കൂടെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാമിന് എന്താ പറയാ, കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്റെ ഭാഗത്തും ഞാൻ കൊടുക്കാറുണ്ട്. ഇന്നലെ സ്റ്റോറി പറയാൻ വേണ്ടി വിളിച്ച സമയത്ത് ഞാൻ എന്ത് സ്റ്റോറിയാ പറയാ മാം, ഞാൻ ഇത്രയും പ്രായമുള്ള ആളുകളുടെ മുന്നിൽ ഞാൻ എന്ത് സ്റ്റോറിയാ പറയാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ മാമിന്റെ ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ മാം എടുക്കാറ് ഗൂഗിൾ മീറ്റിലാണ്. സൂമിന്റെ കാര്യം മാമിന് അത്ര തന്നെ അറിയില്ലായിരുന്നു. എന്നിട്ട് ഇന്നലെ രാത്രി തന്നെ സൂമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ആ ലിങ്കിലൂടെ മാമിനോട് കയറാൻ പറഞ്ഞ് അങ്ങനെ ഇന്നലെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടാണ് ഇപ്പൊ ഇന്ന് ക്ലാസ്സിലേക്ക് വന്നത്. എന്തായാലും ഞാൻ വിളിച്ചപ്പോ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ വരാം തന്നെ പറഞ്ഞു എന്നോട്. എന്തായാലും മാമിന്റെ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോ എനിക്കും എന്താ പറയാ ഭയങ്കര ഒരു ഇൻസ്പയർ കിട്ടത്തക്ക രീതിയിലൊരു ഇതായിരുന്നു. ഇതിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരു ഇരട്ടക്കുട്ടികളെ വെച്ചിട്ടുള്ള കാര്യം. അവരെ നോക്കണൊക്കെ നമുക്ക് ഒരു കുട്ടീനെ തന്നെ നോക്കാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സ്ഥലത്ത് രണ്ടാളെ വെച്ചിട്ടൊക്കെ നോക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ തന്നെ ഒരു സ്റ്റോറി തന്നെയായിരുന്നു. എനിവേ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Okay, thank you, Sindhu ma'am. Thank you so much. Okay. ഇനി ആരാ പറയുന്നേ? ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അതായത് ഓക്സ്ഫോർഡിനെ കുറിച്ചൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെത് അതുപോലെ തന്നെ മാമിന്റെ സ്റ്റോറി കേട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. ആരും ഇല്ലേ? ഫാഷൻ ഡിസൈനിങ് മാത്രല്ല കേട്ടോ, ഡ്രോയിങ് ഉണ്ട്, ആര്യ വർക്ക് ഉണ്ട്. മാമിന്റെ കോഴ്സുകൾ എന്തൊക്കെയാന്നുള്ള ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇന്ന് ആരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഈ 2 മാസം വെക്കേഷൻ അല്ലേ, വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റുന്ന കുറെ കോഴ്സുകൾ ഉണ്ട്. അപ്പൊ അതൊന്ന് മാം പറഞ്ഞു കൊടുത്തോളൂ. എന്നാ പിന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കയറാലോ. തീർച്ചയായിട്ടും. നമ്മള് ഓക്സ്ഫോർഡിൽ 1057 കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് മാത്രമല്ല, ഡ്രോയിങ്, മെഹന്തി, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അതുപോലെ അബാക്കസ്, പിന്നെ ജ്വല്ലറി മേക്കിംഗ്, പിന്നെ ക്രാഫ്റ്റ് വർക്ക്, ഏത് കോഴ്സാണോ എല്ലാ കോഴ്സും, ആര്യ വർക്ക്, അങ്ങനെ ലേഡീസിനാണ് കേട്ടോ, ഓൺലി ലേഡീസ് ആണ്. പിന്നെ നമുക്ക് ജെന്റ്സിന് എന്ന് പറയാൻ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ലേഡീസിന് ആവശ്യമുള്ള എല്ലാ കോഴ്സുകളും ചെയ്യുന്നുണ്ട് കേട്ടോ.
ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ. സുബ്രഹ്മണ്യൻ സർ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. വളരെ നല്ല സ്റ്റോറി ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെ സ്റ്റോറി ആയിരുന്നു. സോ ഇവർ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ചലഞ്ചസ് ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ട് ഇരട്ട കുട്ടികളെ വളർത്തിയ പുറമെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. പിന്നെ ഭർത്താവ് പുറത്താണ്. ഇതേമാതിരിയാണ് എൻ്റെ സിറ്റുവേഷനും. ഞാൻ ഷിപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ വൈഫായിരുന്നു ഒരു അച്ഛനും അമ്മയും ആയിട്ട് എൻ്റെ 2 കുട്ടികളെയും വളർത്തിയത്. സോ ഇതേമാതിരിയുള്ള ആളുകൾ പറഞ്ഞ മാതിരി ഒരു അമ്മയ്ക്ക് അമ്മയാവാനേ പറ്റുള്ളൂ എങ്കിലും ഒരു അച്ഛനായും അമ്മയായും അവരെ വളർത്തി ഇതുവരെ കൊണ്ടുവരാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല അവർ പ്രസന്റ് ചെയ്ത രീതി, ഒരാൾ കഥ പറയുന്ന പോലെ തന്നെ ഒരു ഫ്ലോ, കുറച്ച് നെറ്റ് പ്രോബ്ലം ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ് മാൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുബ്രഹ്മണ്യൻ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി ആർക്കും ഫീഡ്ബാക്ക് ഒന്നും ഷെയർ ചെയ്യാനില്ലേ? സുബ്രഹ്മണ്യൻ സാറേ, സുബ്രഹ്മണ്യൻ സാർ ആ. സ്വന്തം ഭാര്യയെ കുറിച്ചാ ചിന്തിച്ചത്. ഇവര് ഇത്രമാത്രം അനുഭവിച്ചിട്ട് എന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഇല്ലേ സുബ്രഹ്മണ്യൻ സാറ്? നമ്മളൊക്കെ ചിന്തിക്കണ എങ്ങനെ, നമ്മൾ കേൾക്കുമ്പോഴാണ് വീട്ടിൽ ശ്രദ്ധിക്കുക, അതിന് മുമ്പ് ശ്രദ്ധിക്കൂലല്ലോ. ശരിയാണ്. താങ്ക് യു. അല്ല, അത് സാർ അതില് അവർ പറഞ്ഞത് എത്രയും കറക്റ്റ് ആണ്. കാരണം ഒരു അമ്മയ്ക്ക് അച്ഛനാവാൻ ബുദ്ധിമുട്ടുണ്ട്. അതെ അതെ എങ്കിലും അവരത് മാനേജ് ചെയ്തല്ലോ. അതെ അതെ. ഇപ്പൊ സമ്പാദിക്കാൻ തുടങ്ങി. പക്ഷെ ഇവരിപ്പോ ചെറിയൊരു ഏജിലല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, മോണി സർ, എന്താണ്, ഒന്നും പറയാനില്ലേ? മനുഷ്യർ ആകെ ബോധം കെട്ടിക്കണു. പറഞ്ഞോളി. മാജിക് മോർണിംഗ്. ഷാനമ്മ വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അത് പ്രത്യേകിച്ച് ഇത്രയും ഒരു വിഷമകരമായിട്ടുള്ള പ്രതിസന്ധികളായിട്ടുള്ള കുറേ സംഭവങ്ങൾ വന്നിട്ടും അതിലെല്ലാം പിടിച്ചു നിന്ന് സ്വയം അതിൽ നിന്ന് മുക്തരായി അത് തരണം ചെയ്ത് സ്വന്തമായിട്ടൊരു നിലയിലെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം സ്വന്തമായി കുട്ടികളെ വളരെ മനോഹരമായിട്ട് നോക്കാനും കുട്ടികളെ പേടിയില്ലാതെ ആത്മവിശ്വാസത്തോടെ എങ്ങനെ വളർത്തണം എന്നുള്ളതും, അതുപോലെ തന്നെ സ്വന്തം ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോഴും വളരെ നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിക്കാനും നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ജീവിക്കാനും പറ്റി എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മളെ ലൈഫിലും പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഏതായാലും ഉപകാരപ്പെട്ട ഒരു ക്ലാസ് തന്നെയായിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം വേറൊരു കാര്യം, സോറി, എക്സ്ക്യൂസ്, മറ്റുള്ളവരെ, അതായത് ഇതിൽ കൂടെ മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വന്തം ക്ലാസ്സിലുള്ളവരുടെ ക്ലാസ് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റുള്ള പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സുള്ളതിനാണ് വലിയൊരു കാര്യം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഷഹന മാം, എന്ത് തോന്നുന്നു നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഇന്നിങ്ങനെ ഒരു സെഷൻ നിങ്ങളുടെ ഒരു സ്റ്റോറി പ്രസന്റ് ചെയ്ത സമയത്ത്? സത്യം പറഞ്ഞാൽ ഞാൻ ഓരോരുത്തരെയും സത്യം പറഞ്ഞ ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അവർ ഓരോ സങ്കടങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോഴാണ്. അല്ലാതെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാന്ന് പറഞ്ഞാല് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കിട്ടാതെ ഇങ്ങനെ പറയാന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പോകും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം കുറെ ഞാൻ സ്കിപ്പ് ചെയ്താണ് പറഞ്ഞത്. കാരണം കേൾക്കുന്നവർക്ക് ഇത് എത്രത്തോളം എന്നെക്കാളും ഏജുള്ള ആളുകളാണ്. അപ്പൊ അവർക്കൊക്കെ ഇത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ സിന്ധു മിസ്സിനോട് ചോദിച്ചത് ഇത് എങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. എന്റെ ലെവലിലുള്ള ആളുകളാണെങ്കിൽ ഏകദേശം അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ സ്റ്റാർട്ട് ചെയ്ത് ഒരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ആണെങ്കിലും എൻഡിലാണെങ്കിലും കുറെ തപ്പിപ്പോയത്. പിന്നെ ഞാൻ എവിടൊക്കെ പറയണം എന്നുള്ളതായി അറിയാത്തത്. ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ എന്നാലും അവര് നല്ല അഭിപ്രായം പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മള് അതെ, ചുറ്റുള്ളവർ നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അത് സത്യത്തിലുള്ള സംഭവമാണ്. ചുറ്റുള്ളവരെ അംഗീകരിക്കാൻ മടിച്ചാലും
പുറത്തുനിന്ന് ഒരുപാട് അഭിനന്ദനങ്ങൾ മേടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് കാര്യത്തില് ചിലപ്പോ ബന്ധുക്കളിൽ നിന്നാണെങ്കിലും അടുത്തുള്ളവരിൽ നിന്നാണെങ്കിലും നമ്മൾ പരിഹാസവും കേട്ടിട്ടുണ്ടാവുക. ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഫാഷൻ ഡിസൈനിങ്ങിനോ എന്തിനോ അതിന് പോണേ, എന്താ കൊണ്ട് കിട്ടാൻ പോണേ, എന്താ അതിന്റെ ആവശ്യം, മക്കളെ നോക്കി വീട്ടിലിരുന്നാ പോരെ, ഓ ഈ വലിയ അങ്ങനെ ഈ വലിയ ഇങ്ങനെ, അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള സംസാരങ്ങൾ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് ഹസ്ബൻഡാണ്. ഏത് രീതിയിലാണെങ്കിലും മുമ്പോട്ടേക്ക് പോകാൻ മൂപ്പര് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാന് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുള്ളത് പുറത്തുനിന്നുള്ള ആളുകളിൽ നിന്നാണ്. എന്നെ കാണാത്ത, എന്നെ അറിയാത്ത പല ജില്ലകളിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ സങ്കടത്തിൽ പങ്കുചേരാനാണ് കൂടുതൽ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ എന്നും അഭിനന്ദിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ വാപ്പ എന്താണ്, ഉമ്മ എന്താണെന്നുള്ളത് കൂടി മറ്റുള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ അമ്മമാരുടെ സങ്കടങ്ങൾ പറയുമ്പോഴും അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വേദിയിലാണെങ്കിലും എനിക്ക് അങ്ങനെ എന്നെക്കാൾ ഏജ് ഉള്ള, എന്റെ ഏജ് ഉള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏജ് ഉള്ളവരുടെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു വേദി എനിക്ക് തന്നതിന് ഞാൻ ആദ്യം നന്ദി പറയാണ്. നമ്മളെ ഒരു നാട്ടില് എനിക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം വേറൊരാൾ ചെയ്യുമ്പോ എന്തായിരിക്കും ഇല്ലേ മണി സാറ്? എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോ അത് എങ്ങനെയെങ്കിലും ഏറ്റവും ഇല്ലാതാക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുക. അതിനനുസരിച്ചായിരിക്കും സംസാരിക്കുക. അത് കുറെ അനുഭവിച്ച ഒരാളാണ് ഞാനൊക്കെ. കാരണം നിങ്ങൾ ചിലപ്പോ എൻ്റെ ഒരു 33 വയസ്സിലാണ് ഞാൻ കളരിപ്പയറ്റ് പഠിക്കാൻ പോകുന്നുണ്ട്. അന്ന് എനിക്ക് 2 കുട്ടികളാണ്. ആ കുട്ടികളുള്ള എന്നെ ഒരുപാട് ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ട്. ഓ, നീ ആദ്യം ഒന്ന് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് കളരിപ്പയറ്റിന് പോകാറുണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ പഠിച്ച് കേട്ട് അനുഭവിച്ച, അപ്പൊ അതൊക്കെ എന്താണോ, എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ എന്തായാലും അതൊരു അസൂയാണ്. അത് ചെയ്യരുത് എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്, അല്ലാതൊന്നുമില്ല. അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് മോളെ. ഓക്കെ. നമ്മുടെ ഈ ഒരു സെഷനിൽ ഇതുപോലെ എല്ലാ ദിവസവും സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ സെഷൻ വരാറുണ്ട്. അപ്പം മാം സെഷനൊക്കെ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പറയാണ്, ഞങ്ങൾക്ക് എടുക്കാൻ താല്പര്യം എനിക്ക് ഇനിയും സെഷനായിട്ട് വരാം. ഇതുപോലെ മൈസൂർ അല്ലാത്ത രീതിയിൽ നമുക്ക് സെഷൻസ് വരാറുണ്ട്. എങ്ങനെ? വരണം തീർച്ചയായിട്ടും. ഒരുപാട് ക്ലാസ് ഉണ്ട്, ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. അപ്പൊ അതില് പഠിപ്പിക്കാൻ കഴിയുന്ന ആളാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഏതെങ്കിലും ഒരു വിഷയമായിട്ട് വരണം, നിർബന്ധമായിട്ട് വരണം കേട്ടോ. ഹലോ മുഫീദ. സിന്ധു മാം നന്നായി പാട്ട് പാടൂട്ടാ. അടിപൊളിയായിട്ട് പാട്ട് പാടും. അങ്ങനെയാണെങ്കിൽ പിന്നെ 2 വരി പാടിയിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. ഇന്ന് ആ 2 ചങ്ങലൊക്കെ വരി പാടിയാ മതി. നല്ല അടിപൊളി പാട്ടാണ്. ഫുള്ള് ചങ്ങലകൾ പൊട്ടിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി, പാടിക്കോളും. അതെ. ഷാന മാം, നമുക്ക് ഓൾമോസ്റ്റ് ടൈം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പാട്ടോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നാ പാട്ട് പാടാം, സ്റ്റാർട്ട് ചെയ്തോളൂ. മാമിനെ ഇനി ആരും മറക്കൂല, മാം പാടിക്കോ. മലപ്പുറക്കാരായതുകൊണ്ട് മാപ്പിളപ്പാട്ടെല്ലാം എടുക്കല്ലേ? ഓ, ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ, ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ നിൻ സുബ്ഹാനേ, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ, ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ നീ സുബ്ഹാനേ. മതി. ഓക്കെ, താങ്ക് യു ഷാന മാം. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓരോരുത്തർക്ക് അവരുടേതായ ഓരോ തിരക്കുകളിലേക്ക് പോകാനുള്ള സമയമായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ടൈം അവരിവിടെ പിടിച്ചു നിർത്തുന്നില്ല.
സോ ഇന്ന് നല്ലൊരു സ്റ്റോറി ആയിട്ട് വന്നിട്ടുള്ള ഷഹന മാമിനും അതുപോലെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നമുക്കിവിടെ ലാസ്റ്റ് ടൈം പാട്ട് പാടി നല്ലൊരു ഗാനം തന്നെ ആലപിച്ച മാമിന് സ്പെഷ്യലി നന്ദി പറയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. Thank you. ബൈ. Thank you. Thank you, Bye. Shana ma'am. Thank you all. Thank you very much. Thank you, Shana. Thank you all.